1201 വർഷത്തെ മലയാള വർഷത്തെ ഭരണി നക്ഷത്രത്തിൻ്റെ സമ്പൂർണ്ണ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിപ്പിക്കുന്നത്. 15 വയസ്സുവരെയുള്ളവർക്ക് പല ഗുണങ്ങളും നല്ല ഫലങ്ങളെല്ലാം ലഭിക്കേണ്ട സാധ്യതയുണ്ട്. വിദ്യാഭ്യാസം വളരെ നല്ല രീതിയിൽ പോകാം. ചിലർക്ക് നല്ല ഗുണനിലവാരമുള്ള നല്ല വിദ്യാഭ്യാസം നല്ല സ്കൂളിൽ പഠിക്കാനൊക്കെ സാധിക്കും. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അസുഖങ്ങളായിട്ടോ അങ്ങനെയൊന്നും ഇല്ലാണ്ട് പോകാനുള്ള ഒരു സാധ്യത കാണുന്നു. ചിത്രരചനയിൽ മുൻപന്തിയിൽ നിൽക്കുന്നതിനുള്ള സാധ്യത കാണും. അതുപോലെ ശില്പവേലയിൽ ശില്പങ്ങൾ ഉണ്ടാക്കുന്നതിന് സംഗീതം പഠിക്കുന്നതിന് എല്ലാത്തിനും വളരെയധികം നല്ലൊരു സമയവും കൂടിയാണ്. അവർക്ക് ഇതെല്ലാം സാധിക്കുന്നൊരു സമയമാണ്. 15 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ളവർക്ക് പല തരത്തിലുള്ള ദുഃഖങ്ങൾ ഉണ്ടാകേണ്ട സാധ്യതയുണ്ട്. ധനനഷ്ടം ഉണ്ടാകാം. ഇനി വിദേശത്തേക്ക് അച്ഛന്മാരോടൊപ്പം വിദേശത്തേക്ക് പോകേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. ചില അപകടങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നു. ഇത് ചില ഭരണി നക്ഷത്രക്കാർക്ക് ശരീരത്തിന് ദോഷം വരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. അത് ഒഴിവാക്കിയില്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് കാണുന്നുണ്ട്. അത് ദഹന പ്രശ്നങ്ങളും മറ്റുമുള്ള ഒക്കെ ഉണ്ടാക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഇനി 21 വയസ്സ് മുതൽ 31 വയസ്സ് വരെ ഉള്ളവർ ചില ഭരണി നക്ഷത്രക്കാർക്ക് പല ഗുണഫലങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. ഐശ്വര്യം ലഭിക്കുന്നു. വിവാഹം നടക്കാൻ സാധ്യതയുണ്ട്. പ്രതീക്ഷിച്ച ജോലി ലഭിക്കാം. കാരണം പ്രതീക്ഷിച്ച വിദ്യാഭ്യാസം ലഭിച്ചതുകൊണ്ട് നല്ല ജോലി ലഭിക്കുന്നതിനുള്ള ഉയർന്ന ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ശമ്പളം നമ്മൾ പ്രതീക്ഷിച്ചതിൽ നിന്ന് കൂടുതൽ ശമ്പളം നിങ്ങൾക്ക് കിട്ടുന്നതിനുള്ള സാധ്യതയുണ്ട്. പുതിയ വാഹനം വാങ്ങുന്നതിനും വീട് വാങ്ങുന്നതിന് അല്ലെങ്കിൽ പുതിയ വീട് പണിയുന്നതിനുമുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ നേട്ടങ്ങൾ ധാരാളമുണ്ട്. ചില ഭരണി നക്ഷത്രക്കാർക്ക് ഗുണങ്ങൾ ലഭിക്കുമെങ്കിലും അവർക്ക് ചില അസുഖങ്ങൾ വരാം. ആസ്മ എന്ന് പറയുന്ന അസുഖം, വലിവ്, ശ്വാസം മുട്ട്, അലർജി മൂലമുള്ള അസുഖങ്ങളൊക്കെ വരേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. 31 വയസ്സ് മുതൽ 38 വയസ്സ് വരെയുള്ളവർ ചില ഭരണി നക്ഷത്രക്കാർക്ക് ചില സർജറികൾ നടക്കാൻ, ചില ഓപ്പറേഷനുകൾ, ചെറുതോ വലുതോ ചില ഓപ്പറേഷനുകൾ നടത്തുന്നതിനുള്ള സാധ്യതയുണ്ട്. തീപ്പൊള്ളലേൽക്കാണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ കോടതി നടപടികൾ വരേണ്ട ഒരു സാധ്യത കാണുന്നു. വളരെ ശ്രദ്ധിക്കുക. അശ്രദ്ധ കാണിച്ചാൽ, അതായത് അനാവശ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ ജയിൽവാസവും കാണുന്നു. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഒരുപക്ഷെ ജോലി പോകും എന്നുള്ള ഒരു സാധ്യത വന്നേക്കാം. ശ്രദ്ധിക്കുക. അത് വളരെ കാര്യമായിട്ടൊക്കെ അത് നീങ്ങുകയാണെങ്കിൽ ആ ജോലി നഷ്ടപ്പെടാണ്ട് സൂക്ഷിക്കാൻ സാധിക്കും. വയറ് സംബന്ധിച്ച അസുഖങ്ങൾ വരുന്നതിന് സാധിക്കുന്നു. അതുപോലെ വാഹന അപകടം വരാതെയും നിങ്ങൾ ശ്രദ്ധിക്കുക. 38 വയസ്സ് മുതൽ 56 വയസ്സ് വരെയുള്ള ചില ഭരണി നക്ഷത്രക്കാർക്ക് മരണഭയം ഉണ്ടാകാം. ഞാൻ എങ്ങനെയെങ്കിലും മരിക്കുമോ എന്നുള്ള രീതിയിലൊക്കെ വരാം. അബോധാവസ്ഥയൊക്കെ വരേണ്ട ഒരു സാധ്യതയുണ്ട്. ജീവിതത്തിൽ വെറുപ്പും നൈരാശ്യമൊക്കെ തോന്നിയേക്കാം. ബുദ്ധിപരമായി പ്രവർത്തിക്കേണ്ടതിന് പകരം ബുദ്ധി ഇല്ലായ്മ പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം വരാം. രോഗങ്ങൾ ഉണ്ടാകേണ്ട സാധ്യതയുണ്ട്. പല രീതിയിലും വിഷബാധ ഏൽക്കാം. സർപ്പം കടിച്ചോ അല്ലെങ്കിൽ ഭക്ഷ്യ വസ്തുക്കളിൽ നിന്നുള്ള വിഷബാധയോ നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അലർജി മൂലവും കഷ്ടതകൾ വന്നേക്കും. ഇപ്പോൾ മരുന്ന് കഴിക്കുമ്പോൾ അലർജിയോ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൻ്റെ അലർജി മൂലമോ പല രീതിയിലുള്ള അലർജി മൂലവും പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവേണ്ട സാധ്യത കാണുന്നു. വ്യാപാരം നടത്തുന്നവരാണെങ്കിൽ അതിൽ ചില നഷ്ടങ്ങൾ വരേണ്ട സാധ്യതയാകുന്നു. അതുപോലെ പല രോഗങ്ങളും വരും. അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. അതുപോലെ സ്വന്തം ഇണയോട് നീതി പുലർത്തുവാൻ സാധിക്കാത്തൊരു അവസ്ഥ വരാം. അതും ശ്രദ്ധിക്കുക. 56 വയസ്സ് മുതൽ 72 വയസ്സ് വരെയുള്ളവർക്ക് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനുഭവിച്ച ദുഃഖങ്ങൾക്കും കഷ്ടതകൾക്കും ഒരു പരിഹാരം അവർക്ക് ലഭിക്കുന്നു. അവർക്ക് മനസ്സന്തോഷം ലഭിക്കുന്നു, ധനം ലഭിക്കുന്നു, ധാന്യങ്ങൾ ധാരാളം ലഭിക്കുന്നു, ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കുന്നു. മക്കളും കൊച്ചുമക്കളെയും കൊണ്ട് കുടുംബം സന്തോഷമായി കഴിയാൻ സാധിക്കുന്നു. അവർക്ക് ചില ഭരണി നക്ഷത്രക്കാർക്ക് രാജാവിനെ പോലെ ജീവിക്കാൻ സാധിക്കുന്നു. കേസുകൾ ഏതെങ്കിലും തരത്തിൽ കോടതിയിൽ കേസുകൾ നടക്കുകയാണെങ്കിൽ അതെല്ലാം അനുകൂലമായ വിധി കോടതിയിൽ നിന്നുണ്ടാകുന്നു. പിന്നെ സുഹൃതമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യണം. എന്നിരുന്നാൽ മാത്രമേ ദാനം അങ്ങനെയൊക്കെയുള്ള ഭാവങ്ങളെ സഹായിക്കുക ഏത് രീതിയിലായിരുന്നാലും അതൊക്കെ ചെയ്യുന്നത് വളരെ നല്ല ഒരു സമയമാണിത് ദാനം ചെയ്യാനും. പിന്നെ അതുപോലെ ആത്മീയത കൈവരിക്കാനും പറ്റിയൊരു സമയമാണ്. അത് ആത്മീയതയിലേക്ക് നീങ്ങുന്നവർക്ക് അതും വളരെ നല്ലൊരു സമയമാണ്. അപ്പോൾ മനസ്സിനൊക്കെ ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കും, ഐശ്വര്യവും കൂടുതൽ ലഭിക്കും. 72 വയസ്സ് മുതൽ മുകളിലോട്ടുള്ളവർക്ക് ചില ഭരണി നക്ഷത്രക്കാർക്ക് മോശം സമയമാകുന്നു. അപവാദം കേൾക്കാം. ചെയ്യാത്ത തെറ്റുകൾക്ക് പഴി കേൾക്കേണ്ടി വന്നേക്കാം. ആരും സഹായിക്കാനില്ലാത്തൊരവസ്ഥ വന്നേക്കാം.
അതുപോലെ ഇണയുടെ മരണം ദുഃഖമുണ്ടാക്കാം. അപ്പോൾ ഭാര്യയാണെങ്കിൽ ഭർത്താവ് മരിക്കുകയോ അല്ലെങ്കിൽ ഭർത്താവ് ഇരുന്ന ഭാര്യ മരിക്കുകയോ ചെയ്തിട്ട് ആ ഒരു ദുഃഖം ഉണ്ടാകാം. ധനവരവിനും കുറവ് വരാം. പല രീതിയിലും ധനം വന്നുകൊണ്ടിരുന്നു, പക്ഷേ അതിനൊക്കെ ഒരു കുറവ് വരേണ്ട സാധ്യത കാണുന്നു. എല്ലാവിധത്തിലും കഷ്ടതകൾ വരേണ്ട ഒരു സാധ്യത കാണുന്നു. ശ്രദ്ധിച്ചാൽ ഏറെക്കുറെ ഒഴിവാക്കാവുന്നതാണ്. ചിലർക്ക് വിദേശ വാസവും കാണുന്നു. അത് ശനീശ്വരനെ ഭജിക്കുക, അത് വളരെ ഗുണകരമായ ഒരു അനുഭവം ആ സമയത്ത് ഉണ്ടാകും. ചിലർ ഈ സമയത്ത് വനത്തിൻ്റെ അടിഭാഗത്തൊക്കെ അവർക്ക് താമസിക്കാൻ, വളരെ സുരക്ഷിതമായിട്ട് വനത്തിൻ്റെ അടിഭാഗത്ത് അവർക്ക് താമസിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഒരു ജ്യോതിഷ പണ്ഡിതനെ കണ്ട് ജാതകം പരിശോധിക്കുക. അദ്ദേഹത്തിൻ്റെ അഭിപ്രായപ്രകാരം ഏതെങ്കിലും തരത്തിൽ പൂജകൾ ആവശ്യമാണെങ്കിൽ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള പൂജകൾ ചെയ്യുക. അതിനുള്ള സാമ്പത്തികത്തിന് ബുദ്ധിമുട്ടുള്ളവർ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കുകയോ ക്ഷേത്രങ്ങളിൽ പോയി ചെറിയ വഴിപാടുകൾ ചെയ്താലും മതിയാകും. ഗ്രഹങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് വരാനിരിക്കുന്ന നന്മകളെയും തിന്മകളെയും കുറിച്ചാണ്. അപ്പോൾ അതിൽ തിന്മകളാണെങ്കിൽ നമ്മളതിനെ മുൻകരുതലെടുക്കുക എന്നുള്ളതാണ്. അതുപോലെ കഴിയുന്നത് പണത്താലോ ധാന്യത്താലോ മറ്റുള്ളവരെ സഹായിക്കുന്നത് അർഹതയുള്ളവരായിരിക്കണമെന്ന് മാത്രം. ജ്യോതിഷപരമായോ പൂജാപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക. നിങ്ങൾക്ക് ഈ ഒരു വർഷക്കാലം സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.